ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു കഥയോടൊപ്പം തന്നെ കുറെ ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്ന് വരുന്ന കുറച്ച് പടങ്ങളുണ്ട്. എനിക്ക് അതേപോലെ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് എന്നൊരു പടമാണ് റാവു ബഹാദൂർ. എനിക്ക് അതേപോലെ വേറെയും കുറച്ച് പടങ്ങളുണ്ട്. പ്രൊഡ്യൂസ് ബൈ നാനി, തെലുങ്ക് സിനിമയാണ്. തുമ്പാട്, നോ സ്മോക്കിംഗ് ഡയറക്ടഡ് ബൈ അനുരാഗ് കാശ്യപ്, സ്റ്റാറിംഗ് ജോൺ അബ്രഹാം. ഇതൊക്കെ ഭയങ്കര യുണീക്ലി മെയ്ഡ്, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്ന കുറച്ച് സിനിമകളായിരുന്നു. അതേ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് റാവു ബഹാദൂർ ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആദ്യമേ ഒരു കാര്യം പറയാം, ഹാറ്റ്സ് ഓഫ് ടു ഡയറക്ടർ വെങ്കടേഷ് മഹ. ഈ ഒരു കാലഘട്ടത്ത് സേഫ് സിനിമകൾ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ എന്നിട്ട് പോലും ഒരു ബോൾഡ് അൺകൺവെൻഷണൽ സിനിമ ഉണ്ടാക്കുക എന്നൊക്കെ വെച്ചാൽ അത് വലിയൊരു കോൺഫിഡൻസ് വേണം. ആ ഡയറക്ടറിന് തന്നെ അറിയാം ദാറ്റ് ദിസ് മൂവി ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഫോർ ദ മാസ് ഓഡിയൻസ്. ആ ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിനെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇറ്റ്സ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. പക്ഷെ എന്നിട്ട് പോലും ഒരു രീതിയിലും പോലും ആ ഒരു സ്ക്രിപ്റ്റ് കോംപ്രമൈസ് ചെയ്യാണ്ട് ഫുൾ കൺവിക്ഷനോടെ ആ ഒരു സ്വന്തം വിഷയത്തിൽ തന്നെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ റെസ്പെക്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു ഡയറക്ടറിനോട്. സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. 60-ാം വയസ്സിൽ രാമപ്പ എന്ന ക്യാരക്ടർ ഡെഡ് ബഡി കിടക്കുവാണ്. ലിവർ സിറോസിസ് അല്ലെങ്കിൽ ലിവർ ക്യാൻസർ ആയിട്ട് കിടക്കുകയാണ്. ആൻഡ് ആ ഒരു ക്യാരക്ടറിന്റെ പ്രസന്റ് ലൈഫ്, ഡെല്യൂഷണൽ ലൈഫും അതേപോലെ ആളുടെ കുറച്ച് പാസ്റ്റ് ലൈഫ്, ഹാർഡ്ഷിപ്സും സാക്രിഫൈസസും ലവ് ലൈഫും ഇതെല്ലാം കാണിക്കുന്ന, ഇതെല്ലാം റിവീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുള്ളൂ, പക്ഷെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഭയങ്കര രസമായിട്ട്, ഭയങ്കര യുണീക്ക് ആയിട്ടാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ഫിൽം മേക്കിംഗ് ആണ്. ഡാർക്ക് കോമഡി, സറ്റയർ, മാജിക്കൽ റിയലിസം, ഇതെല്ലാം ഈ സിനിമയുടെ ഡി എൻ എയുടെ ഭാഗമാണ്. ഈ സിനിമയുടെ ആദ്യത്തെ സീൻ മുതൽ. ആൻഡ് ആ ഒരു ടോൺ കംപ്ലീറ്റ് പടം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഈ പടത്തിന് ഭയങ്കര യുണീക്ക് ആക്കുന്നത്. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി ബ്രില്യൻ്റ് ആയിരുന്നു. ഓരോ ഫ്രെയിമിനും ഒരു ഐഡന്റിറ്റി ഉണ്ട്. ക്യാമറ വെറുതെ സീൻ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി അല്ല, നമ്മളെ ആ ഒരു വേൾഡിലോട്ട് ഇമേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിന്റെ ക്യാമറ മാക്സിമം പണിയെടുത്തിട്ടുണ്ട്. ആൻഡ് ആർട്ട് ഡയറക്ഷൻ, ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ഭയങ്കര ബിലീവബിൾ ആയിരുന്നു. അവൻ അത്രയധികം വേറെ ലെവൽ വർക്കാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിന്റെ സെറ്റ്സും ഇതിന്റെ പ്രോപ്സ്, കോസ്റ്റ്യൂംസ് എല്ലാം നമ്മളെ ആ ഒരു വേൾഡിന്റെ ഭാഗമാക്കാൻ നമ്മൾ അത്രയധികം ഇവർ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സത്യദേവ്, ഞാൻ ഇന്നേ വരെ സത്യദേവിന്റെ ഒരു മോശം പ്രകടനം കണ്ടിട്ടില്ല. ഇതുവരെ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാരക്ടർ, രാമപ്പ എന്ന ക്യാരക്ടർ ചെയ്യാൻ ഒട്ടും എളുപ്പമല്ല. ഇറ്റ്സ് ലൈക്ക് വെരി കോംപ്ലക്സ് ക്യാരക്ടർ. ഭയങ്കര പാടുപെടേണ്ടി വരും. ഗംഭീരമായിട്ട് സൂപ്പറായിട്ട് രാമപ്പ എന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതും 35 മുതൽ 60-70 വയസ്സ് വരെ ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു ഹോൾ ടൈം പീരീഡ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദീപ തോമസ് അതേപോലെ ബാക്കിയുള്ള കാസ്റ്റും എല്ലാം ഈ സിനിമയുടെ ടോൺ അറിഞ്ഞിട്ട് തന്നെ അതേപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആകെ സിനിമയിൽ വർക്കാവാത്ത ഈ സിനിമയുടെ റൺ ടൈം മാത്രമാണ്. എസ്പെഷ്യലി അത് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു പേസിങ് ഇടയ്ക്കൊന്നും ഒട്ടും എൻഗേജ് ആവുന്നില്ല നമുക്ക് തോന്നും. അതിലേക്ക് ഏറ്റവും വലിയ റീസൺ ആണ്, അതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ ആണ് ഇതിന്റെ പാട്ടുകൾ. ഒരു 4-5 പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ നമുക്ക് ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ചെയ്യുന്നു. നമ്മളിപ്പോൾ OTT കണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് തന്നെ. ആ ഒരു സോങ്സ് ഒക്കെ ഭയങ്കര വിഷ്വലി ഭയങ്കര രസമായിട്ട് അവരെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, ഒരു യൂണീക്കായിട്ട്. പക്ഷെ അത് ആ ഒരു സിനിമയുടെ കഥയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ആ ഒരു പാട്ടുകൾ വെട്ടി കുറച്ചാൽ തന്നെ ഈ സിനിമയുടെ റൺ ടൈം 2 മണിക്കൂർ 50 നിന്ന് 2 മണിക്കൂർ 20 മിനിറ്റ് വരെ കുറഞ്ഞേനെ. അത് കുറച്ചും കൂടെ ബെറ്റർ എക്സ്പീരിയൻസ് നമുക്ക് തന്നേനെ, കുറച്ചുകൂടെ ക്രിസ്പി എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്ത് തന്നെ. അപ്പൊ എനിക്ക് അതാണ് സിനിമയുടെ ഏറ്റവും മെയിൻ ഇഷ്യൂ ആയിട്ട് തോന്നിയത്. ഈ സിനിമയുടെ പേസിംഗ് ഇഷ്യൂ, അതേപോലെ റൺ ടൈമിൽ ഈ പാട്ടുകളൊക്കെ ഒന്ന് വെട്ടി കുറയ്ക്കായിരുന്നു എന്ന് തോന്നിയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലോ വേറെ ലെവലായിരുന്നു. വളരെ ഹുക്കിംഗ് ആണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ്. നല്ല രീതിയിൽ ഇമോഷണൽ വെയിറ്റേജ് കൂടും. ഭയങ്കര എൻഗേജ് ആവും സിനിമയുടെ സ്റ്റോറി. സസ്പെൻസും നല്ല അടിപൊളിയുടെ ഒരു മെയിൻ ചെയ്തിട്ട് ഭയങ്കര ഗ്രാജുവലി അത് ബിൽഡും ആവുന്നുണ്ട്. അങ്ങനെ ബിൽഡ് ചെയ്ത് സിനിമ ക്ലൈമാക്സ് ട്വിസ്റ്റിന് എത്തും. പിന്നെ ഒരു ബാക്ക് ടു ബാക്ക് കുറെ ട്വിസ്റ്റും ഉണ്ട്, റിവീൽസും ഉണ്ട്. അവിടെയാണ് ഈ സിനിമയുടെ ഡാർക്ക് കോമഡി ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒന്നും വെറുതെ ഇട്ടതല്ല, അത് ആ ഒരു ട്വിസ്റ്റിലാണ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് സിനിമയുടെ സെക്കൻഡ് ഹാഫ് നമ്മുടെ മനസ്സിൽ നിൽക്കുക. ആ ഒരു എല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ട്. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് ചിരി വരും. അതിന് ഈ സിനിമ കണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഈ സിനിമയുടെ റിവീൽസ് ഒക്കെ ഒന്ന് പ്രോസസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ അതൊന്ന് മനസ്സിലാക്കി എടുത്തോണ്ടല്ലോ നല്ല ഫണ്ണായിരുന്നു, നല്ല രസമാണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ്. ഏതായാലും ഈ സിനിമ നിങ്ങളൊരു മാസ് എന്റർടൈനർ പ്രതീക്ഷിച്ച് പോയാൽ നിങ്ങൾ എന്തെങ്കിലും ഡിസപ്പോയിന്റഡ് ആവും. പക്ഷെ നിങ്ങൾക്ക് എക്സ്പെരിമെന്റൽ അൺകൺവെൻഷണൽ സിനിമകൾ, ഞാൻ നേരത്തെ കുറച്ച് സിനിമകളുടെ പേര് പറഞ്ഞായിരുന്നു, അതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്ലീസ് ഡോണ്ട് മിസ് ദിസ് മൂവി റാവു ബഹാദൂർ. ഇപ്പോഴും തിയേറ്ററിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു.
അങ്ങനെയാണെങ്കിൽ പ്ലീസ് ആ തിയേറ്ററിൽ പോയി കാണുക. അല്ലെങ്കിൽ ജൂലൈ 31 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്, അങ്ങനെയും കാണുക. ഹെഡ്ഫോൺസ് യൂസ് ചെയ്ത് കാണുക. ബിക്കോസ് സിനിമയുടെ മ്യൂസിക്കും സൗണ്ട് ഡിസൈനും അത്രയധികം ഈ സിനിമയെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും ഗംഭീര വർക്കാണ് ഇതിനകത്ത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ മാസ്റ്റർ പീസ് ആയിട്ട് തോന്നിയോ അതോ കണക്ട് ആയില്ലേ, അതെല്ലാം കമന്റ്സിൽ ആഡ് ചെയ്യുക. നമുക്ക് ഡിസ്കഷൻ തുടങ്ങാം. സോ ദിസ് ഇസ് അബി റിവീൽസ്. സീ ഓൺ നെക്സ്റ്റ് റിവ്യൂ.